പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി ചൊല്ലി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു പ്രഭാതം കാണാൻ അങ്ങ് എന്നെ അനുവദിച്ചല്ലോ. രാത്രിയുടെ യാമങ്ങളിൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയ ശക്തമായ സംരക്ഷണത്തിനും അങ്ങ് എൻ്റെ കുടുംബത്തോട് കാണിച്ച അനന്തമായ കാരുണ്യത്തിനും നന്ദി പറയുന്നു. അങ്ങയുടെ ചിറകിനടിയിലാണ് ഞാൻ എപ്പോഴും അഭയം പ്രാപിക്കുന്നത്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ പോറ്റുന്നത് പോലെ ഓരോ ദിവസവും അങ്ങ് ഇത്ര കരുതലോടു കൂടിയാണ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നത്. നന്ദി പറയുന്നു ഈശോയെ, അങ്ങയോട് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ എവിടെ പോയാലും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങൾ എന്നെ നയിക്കണമേ. ഇന്നത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും പ്രയത്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഈ നിമിഷം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടങ്ങൾ മാത്രം നടക്കാൻ ഇടയാകട്ടെ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ ഇന്നേ ദിവസം എനിക്കിടയാകണമേ. ചാരത്തും ദൂരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അങ്ങെൻ്റെ കാവൽക്കാരനും സംരക്ഷകനും നല്ല ഇടയനുമാകുന്നു. അത് എനിക്ക് വേണ്ടി ഇന്നൊരുക്കിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വിജയങ്ങൾക്കും ഈ നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഈശോയെ, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ജോഷുവ ജനത്തോടു പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഓ ഈശോയെ, ഈ വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ ഇന്ന് നമ്മുടെ ആവശ്യങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിയോഗങ്ങളുടെയും മേൽ ഉണ്ടാകട്ടെ. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖേ, ദൈവം നിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. തൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സന്തോഷസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അന്നവരതം പാടി സ്തുതിക്കുവാനും ഇടയാകണമേ. ആമേൻ. നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് വിദൂരങ്ങളിലായിരിക്കുന്ന നമ്മുടെ മക്കൾ, പ്രിയപ്പെട്ടവർക്കൊക്കെ ലഭിക്കുന്നതിനായിട്ട് അതിശക്തമായ ഒരു സംരക്ഷണ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവരുടെ അരികിൽ ഒരിക്കലും സാത്താൻ അടുക്കുകയില്ല എന്നാണ് അറിയപ്പെടുന്നത്. സാത്താന് അവരെ തൊടാനായി കഴിയില്ല. ആപത്തുകൾ, അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ എന്നിവയിൽ നിന്നും നമുക്ക് പ്രത്യേകമാംവിധം സംരക്ഷണം ലഭിക്കുന്ന ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ പ്രാർത്ഥനയിൽ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലകങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തിലുമുള്ള വിശ്വാസത്തിലും ഞാനിന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു.
യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും അവിടുത്തെ മാമോദിസയുടെയും ശക്തിക്കും അവിടുത്തെ കുരിശുമരണത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും ശക്തിക്കും അവിടുത്തെ ഉദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ശക്തിക്കും വിദ്യാളനായുള്ള അവിടുത്തെ രണ്ടാം വരവിൻ്റെയും ശക്തിക്കും ഞാൻ ഇന്നെന്നെ ഭരമേൽപ്പിക്കുന്നു. മാലാഖമാരുടെ അനുസരണത്തിനും പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്കും കുമ്പസാരക്കാരുടെ വിശ്വാസത്തിനും അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾക്കും കന്യകകളുടെ ശുദ്ധതയ്ക്കും വിശുദ്ധരുടെ പുണ്യപ്രവൃത്തികൾക്കും ഞാനിന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. പിശാചിൻ്റെ കെണികൾക്കെതിരായും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരായും പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും അടുത്തോ അകലെയോ ഒറ്റയ്ക്കോ കൂട്ടമായോ എനിക്കെതിരെ തിന്മ ഒരുക്കുന്ന എല്ലാ പേർക്കുമെതിരായി ദൈവത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ പ്രവർത്തിക്കാൻ ഈ നിമിഷം ഭരമേൽപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന ദിവസവും 3 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് അവസാനം സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയവും പിതൃത്വസ്തുതിയും 1 തവണയെങ്കിലും ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.